So hello guys, ഞാൻ അനന്തി. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ സാംസങ് ഗാലക്സി S22 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ റിവ്യൂ എന്നൊക്കെ പറയാൻ സാധിക്കുന്ന ഒരു വീഡിയോ ആണിത്. ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്നെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് നമ്മുടെ മിസ്റ്റർ അൺബോക്സ് ട്രാവൽ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഇർഷാദിക്കാണ്. അദ്ദേഹമാണ് നമ്മുടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോസും അതുപോലെ തന്നെ മറ്റു പല ഇൻഫോർമേഷൻസും നമ്മളുമായിട്ട് ഷെയർ ചെയ്ത്. സോ എന്തായാലും ബിഗ് താങ്ക്സ് ടു ഇർഷാദിക്ക. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ സാംസങ് ഗാലക്സി S22 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഈ സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡ് നോക്കുവാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ ഒരു ഗ്ലാസ് സാൻഡ്വിച്ച് ബിൽഡാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഫ്രെയിംസ് വന്നിരിക്കുന്നത് ആർമേഡ് അലൂമിനിയം യൂസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ കുറച്ച് കനം കൂടിയ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. കാരണം ഈ സ്മാർട്ട് ഫോണിൽ നമുക്ക് S Pen വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് 228 grams ആണ്. ഒപ്പം തന്നെ തിക്നെസ് വരുന്നത് 8.9 mm ആണ്. സോ ബിൽഡിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ബിൽഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ സാംസങ് ഗാലക്സി S സീരീസിൻ്റെയും നോട്ട് സീരീസിൻ്റെ ഒരു കോമ്പിനേഷനാണ് സാംസങ് ഗാലക്സി S22 Ultra. കാരണം ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസൈൻ കാണുമ്പോൾ നമുക്കൊരു നോട്ട് ഡിവൈസ് ആയിരിക്കും ഓർമ്മ വരിക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാക്ക് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ ഒരു മാറ്റ് ഫിനിഷാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. ക്യാമറാസ് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഫ്രണ്ട് സൈഡിലേക്ക് വരുവാണെങ്കിൽ വളരെ തിന്നായിട്ടുള്ള ബെസൽസോട് കൂടിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ നൽകിയിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഫുൾ സ്ക്രീൻ എക്സ്പീരിയൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 4 കളർ വേരിയൻസിൽ അവൈലബിൾ ആണ്. ഫാൻറ്റം ബ്ലാക്ക്, ഫാൻറ്റം വൈറ്റ്, ബർഗൻഡി, ഗ്രീൻ. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബിൽഡിനെ പറ്റി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രീമിയം ബിൽഡ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. 6.8 ഇഞ്ചസിൻ്റെ ഒരു ക്വാഡ് HD+ റെസൊല്യൂഷൻ സപ്പോർട്ട് ചെയ്യുന്ന ഡൈനാമിക് AMOLED 2X ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. 120 Hz അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് 1 Hz മുതൽ 120 Hz വരെ നമ്മൾ ആസ്വദിക്കുന്ന കണ്ടന്റിനനുസരിച്ച് റിഫ്രഷ് റേറ്റ് വേരി ചെയ്യുന്ന ഒരു ഫീച്ചറാണിത്. അതായത് ഇപ്പോൾ നിങ്ങളൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങളുടെ ഫോണിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ 1 Hz ഡിസ്പ്ലേ റിഫ്രഷ് ആവുന്നത്. ഇനി ഒരു സിനിമ കാണുവാണെങ്കിൽ 24 Hz ഡിസ്പ്ലേ റിഫ്രഷ് ആവുന്നത്. ഇനി നിങ്ങൾ ആപ്പ് ഡ്രോയർ വഴി ജസ്റ്റ് സ്ക്രോൾ ചെയ്യുവാണെങ്കിൽ 120 Hz ഈ ഒരു ഡിസ്പ്ലേ റിഫ്രഷ് ആവുന്നത്. സോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പവർ കൺസപ്ഷൻ നല്ല രീതിയിൽ കുറയ്ക്കാൻ സാധിക്കും. ഇതുവഴി ബാറ്ററി ബാക്കപ്പ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കും. പിന്നെ നോക്കുവാണെങ്കിൽ 1750 nits മാക്സ് ബ്രൈറ്റ്നസ് ആണ് ഈ ഒരു ഡിസ്പ്ലേക്ക് ലഭിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ബ്രൈറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സോ അതുകൊണ്ട് തന്നെ ഔട്ട്ഡോർ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു ടെൻഷനും വേണ്ട. പിക്സൽ ഡെൻസിറ്റി വരുന്നത് 500 ppi ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ക്രിസ്പായിട്ടുള്ള കളേഴ്സാണ് ഈ ഒരു ഡിസ്പ്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒപ്പം തന്നെ വളരെ മികച്ച വ്യൂവിംഗ് ആംഗിൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ നോക്കുവാണെങ്കിൽ HDR10+ൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഓൾവേസ് ഓൺ ഡിസ്പ്ലേയുടെ ഫീച്ചർ വരുന്നുണ്ട്. ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ ഒരു പ്രൊട്ടക്ഷനും ഈ ഒരു ഡിസ്പ്ലേക്ക് ലഭിക്കുന്നുണ്ട്. സോ ഡിസ്പ്ലേയുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ വളരെ മികച്ചൊരു ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിരിക്കുന്നത്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്ന സ്പീക്കേഴ്സ് നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സാണ് വരുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ സപ്പോർട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ പെർഫോമൻസ് നോക്കുവാണെങ്കിൽ വളരെ മികച്ച സൗണ്ട് ക്വാളിറ്റിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വളരെ ലൗഡറുമാണ്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു സ്മാർട്ട് ഫോണിലെ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നെക്സ്റ്റ് ലെവലാണെന്ന് വേണം പറയാൻ. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുവാണെങ്കിൽ ഈ സ്മാർട്ട് ഫോണിനെ പവർ ചെയ്യുന്നത് ഇസ്തിരിപ്പെട്ടി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ക്വാൾകോം സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന് പറയുന്ന ചിപ്സെറ്റാണ്. 4 nm ആർക്കിടെക്ചറിൽ നിർമ്മിച്ച ഒരു ചിപ്സെറ്റാണിത്. അതുപോലെ തന്നെ ഹീറ്റിംഗ് ഇഷ്യൂലും ട്രോട്ട്ലിംഗ് ഇഷ്യൂലും വളരെയധികം പേര് കേട്ടൊരു ചിപ്സെറ്റാണിത്. പക്ഷേ സാംസങ് ഗാലക്സി S22 Ultra എന്ന് പറയുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ സാംസങ് ഈ ചിപ്സെറ്റ് വളരെ നല്ല രീതിയിൽ തന്നെ ഓപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മികച്ചൊരു കൂളിംഗ് ടെക്നോളജിയും ഈ ഒരു സ്മാർട്ട് ഫോണിൽ നൽകിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓവറോൾ മൊത്തത്തിലൊരു നല്ല പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. പിന്നീട് ഈ ഒരു ചിപ്സെറ്റിൽ വരുന്ന GPU എന്ന് പറയുന്നത് Adreno 730 എന്ന് പറയുന്ന GPU ആണ്. സോ അതുകൊണ്ട് തന്നെ വളരെ മികച്ചൊരു ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഹീറ്റിംഗ് ഇഷ്യൂസും വളരെ മിനിമം ആണ്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ലഭിക്കുന്നത് Android 12 മുകളിലായിട്ട് One UI 4.1 ആണ്. അത് മാത്രമല്ല 4 വർഷത്തേക്കുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സും സെക്യൂരിറ്റി അപ്ഡേറ്റ്സും സാംസങ് അഷ്യൂർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മിനിമം 4 വർഷം വരെയുള്ള കിടിലൻ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കാൻ പോകുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ ഡിപ്പാർട്ട്മെൻറ്റ് നോക്കുവാണെങ്കിൽ നമുക്ക് റെയർ സൈഡിലായിട്ടൊരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് കാണാൻ സാധിക്കുന്നത്. 108 മെഗാപിക്സലിൻ്റെ ഒരു വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 12 മെഗാപിക്സലിൻ്റെ ഒരു അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ വരുന്നുണ്ട്. 10 മെഗാപിക്സലിൻ്റെ ഒരു 10x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലഫോട്ടോ ക്യാമറ വരുന്നുണ്ട്. 10 മെഗാപിക്സലിൻ്റെ ഒരു 3x ഒപ്റ്റിക്കൽ സൂം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടെലഫോട്ടോ ക്യാമറയും വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു ക്യാമറയുടെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത് 8K at 24 FPS. പിന്നീട് സെൽഫി ക്യാമറയിലോട്ട് വരുവാണെങ്കിൽ
40 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയാണ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ ലഭിക്കുന്നത്. ഇതിൻ്റെ മാക്സിമം വീഡിയോ റെക്കോർഡിംഗ് കാപ്പബിലിറ്റി എന്ന് പറയുന്നത് 4K at 30 FPS 60 FPS ആണ്. ഇനി ഈ സ്മാർട്ട് ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്കൊരിക്കലും ഹൈലൈറ്റ്സ്, ഷാഡോസ്, ഡൈനാമിക് റേഞ്ച്, ഡീറ്റെയിൽസ് ഇതുപോലുള്ള ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉപയോഗിച്ച് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം ഞാൻ ഇമേജ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി ചെക്കൗട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാവുന്നതാണ്. ഇനി എൻ്റെ ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വളരെയധികം ഇഷ്ടപ്പെട്ടു. പിന്നീട് ചെറിയ രീതിയിലുള്ള കളർ ബൂസ്റ്റിങ്ങും എൻഹാൻസ്മെൻ്റ് ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കിത് വളരെ ഇഷ്ടമാണ്. സോ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ബാറ്ററി നോക്കുകയാണെങ്കിൽ 5000 mAh ഒരു ബിഗ് ബാറ്ററിയാണ് വന്നിരിക്കുന്നത്. ഇത് ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 45 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. പക്ഷേ പ്രകൃതി സ്നേഹം തുളുമ്പി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബോക്സിനൊപ്പം നമുക്ക് ചാർജർ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് ക്യാഷ് കൊടുത്ത് ചാർജർ വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. പിന്നീട് 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ്ങും അതുപോലെ തന്നെ 4.5 വാട്ട്സിൻ്റെ റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കണക്ടിവിറ്റിയെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഡുവൽ 5G നാനോ സിം കാർഡ് സ്ലോട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഒരു സിമ്മിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പക്ഷേ ഒരേ സമയം നമുക്ക് 2 നെറ്റ്വർക്ക് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതായത് ഒന്നില്ലെങ്കിൽ നമുക്ക് 2 ഫിസിക്കൽ സിം ഇട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സിമ്മും ഒരു സിമ്മും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ NFC സപ്പോർട്ട് വരുന്നുണ്ട്. ബ്ലൂടൂത്ത് വേർഷൻ 5.2 ആണ് വരുന്നത്. Wi-Fi 6ൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. പിന്നീട് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ സെക്യൂരിറ്റി ആൻഡ് ബയോമെട്രിക്സ് നോക്കുകയാണെങ്കിൽ അൾട്രാസോണിക് ഇൻസ്ക്രീൻ ഫിംഗർ പ്രിൻറ്റ് സ്കാനറാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം ഫാസ്റ്റാണിത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഫേസ് ഐഡിയും വരുന്നുണ്ട്. ഫേസ് അൺലോക്കിങ്ങും വളരെ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. അങ്ങനെ ഇഷ്യൂസ് ഒന്നുമില്ല. പിന്നീട് സാംസങ്ങിൻ്റെ തന്നെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ നോക്ക് സെക്യൂരിറ്റിയുടെ ഫീച്ചറും ഇവിടെ വരുന്നുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോൺ ലഭിക്കുന്ന മോസ്റ്റ് എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ് S Pen എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഒരു S Pen യൂസ് ചെയ്യുന്ന നമ്മുടെ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും എഴുതുവാണെങ്കിൽ നമുക്കൊരു പേപ്പറിൽ എഴുതുന്ന അതേ ഫീൽ തന്നെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു S Penൻ്റെ ലേറ്റൻസി 2.8 millisecond ആയിട്ട് കുറച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ S Penൻ്റെ ഏറ്റവും വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. പിന്നെ സാധാരണ നമുക്ക് S Pen യൂസ് ചെയ്ത് ചെയ്യാൻ സാധിക്കുന്ന എല്ലാ ഫംഗ്ഷൻസും ഈ S Pen യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇനിയാണ് പ്രൈസിങ്. ഈ സ്മാർട്ട് ഫോണിൻ്റെ സെയിൽ ഇതുവരെയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രൈസ് ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. എന്തായാലും പ്രൈസ് അറിയുവാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. ഇനി എന്തായാലും ഈ സ്മാർട്ട് ഫോണിലെടുത്ത ഇമേജ് സാമ്പിൾസും വീഡിയോ സാമ്പിൾസും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സാംസങ് ഗാലക്സി S22 Ultra എന്ന് പറയുന്ന സ്മാർട്ട് ഫോണിൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഞാൻ തീർച്ചയായും റിപ്ലൈ ആയിരുന്നായിരിക്കും. അപ്പോൾ ഇതിൽ മികച്ചൊരു വീഡിയോടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദിത്യ GS Pilla, signing off.